ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് ഇച്ചിരി പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഓക്കെ ആയി. നമുക്കൊരു സാധനം ഉണ്ടാക്കിയാലോ? ബാ. അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്ന ഏത്തക്ക നെയ്യിലിട്ട് വരട്ടിയതാണേ. അപ്പം എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്നത് ഏത്തക്ക നെയ്യിലിട്ട് വരട്ടിയതും മുട്ട പൊരിച്ചതും ചായയൊക്കെയാണേ. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക നല്ല സ്ലൈസായിട്ട് തിന്നായിട്ട് റൗണ്ടിൽ അരിഞ്ഞു കൊടുക്കണേ, ഇതുപോലെ. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് എന്നിട്ട് ഈ പാത്രം വെക്കാം. ഞങ്ങളുടെ ഇവിടെ ഈ പാത്രത്തിന് പറയുന്നത് ചീനിച്ചട്ടി എന്നാണേ. നിങ്ങളുടെ അവിടെ എന്തുവാ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത് നമുക്ക് നെയ്യ് ചുറ്റിനും ഒഴിക്കണം. അത് ഫുള്ള് പരളണം. നല്ലോണം എമൗണ്ടിൽ നെയ്യ് ഒഴിക്കണേ. അതാകുമ്പോൾ നന്നാലും നമ്മൾ ഏത്തയ്ക്ക എടുക്കുന്ന അതേ എമൗണ്ടിൽ തന്നെ ഇച്ചിരി കൂടുതൽ നെയ്യ് എടുക്കണം. അത് കാരണം ഏത്തയ്ക്ക അത് ഫുള്ള് നമ്മൾ വരട്ടി എടുക്കണം നെയ്യിൽ, അതുകൊണ്ടാണ്. അടുത്തത് ഏത്തയ്ക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ളൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം. നെയ്യ് ഫുള്ള് ഏത്തയ്ക്കയിലെല്ലാം പിടിക്കണം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാവേ. മിക്സ് ചെയ്ത് ഇതാ നോക്കി, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. പഞ്ചസാര നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണെന്നാണ് തോന്നുന്നത്. എന്നാലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ് ഇത്. എനിക്ക് എപ്പോഴും കഴിക്കാൻ തോന്നുന്നൊരു സാധനമാണ്. ഞങ്ങളുടെ വീട്ടിൽ എപ്പോൾ ഏതൊക്കെ വാങ്ങിച്ചാലും ഞാൻ ഇത് കഴിക്കും. പിന്നെ അത് നല്ലോണം മിക്സ് ആക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന ബൂസ്റ്റാണ്. ബൂസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല എന്തായാലും. അപ്പം ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ പെട്ടെന്ന് തന്നെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം. കാരണം ഈ ബൂസ്റ്റ് കയറി കട്ട പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ ബൂസ്റ്റ് ഇട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ തീ പിന്നെയും ഓഫ് ചെയ്യണം. ഇത് നമുക്ക് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഏത്തയ്ക്ക പരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കഴിച്ചു നോക്കാം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.